നാലാമത്തെ കവർ എന്ന് പറയുന്നത് നോൺ സ്റ്റാറ്റ്യൂട്ടറി കവറാണ്. അതിൽ ഒരു 11ഓളം പാക്കറ്റുകൾ എൻവലപ്സ് ആണ് നമുക്ക് അതിൽ വെക്കാനായിട്ടുള്ളത്. ഒന്നാമത്തേൽ വെക്കേണ്ടത് മാർക്ക്ഡ് കോപ്പി അല്ലാത്ത മറ്റു കോപ്പികൾ. നമുക്ക് ഇലക്ട്രോളിന്റെ ഒരു മാർക്ക്ഡ് കോപ്പിയും പിന്നെ റണ്ണിങ് കോപ്പീസ് 2-3 നമുക്ക് ലഭിക്കും. അതാണ് നമുക്ക് ആ കവറിൽ വെക്കേണ്ടത്. നമുക്ക് പ്രിസൈഡിംഗ് ഓഫീസർക്ക് ആവശ്യമുള്ളവരെ ഒഴിച്ച് ബാക്കിയുള്ളവയ്ക്ക് നമുക്ക് തലേദിവസം തന്നെ അതിലിട്ട് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ എൻവലപ്പിൽ വെക്കേണ്ടത് നമുക്ക് തലേ ദിവസം പോളിംഗ് ഏജൻസ് അവരെ അപ്പോയിന്റ് ചെയ്യുന്നതിന് വേണ്ടി തരുന്ന ഫോമുകളുണ്ട്. ഫോം 10 തരുന്നത്, അതാണ് നമ്മളവിടെ വെക്കേണ്ടത്. മൂന്നാമത്തെ കവറിൽ വെക്കേണ്ടത് ഏതെങ്കിലും ഉദ്യോഗസ്ഥര് EDC വെച്ചിട്ട് നമ്മുടെ ബൂത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ EDC സർട്ടിഫിക്കറ്റുകളാണ് മൂന്നാമത്തെ എൻവലപ്പിൽ വെക്കേണ്ടത്. നാലാമത്തെ എൻവലപ്പിൽ വെക്കേണ്ടത് പ്രിസൈഡിംഗ് ഓഫീസർ ഡിക്ലറേഷൻസ് ആണ്. പല സമയങ്ങളിലായിട്ട് ഡിക്ലറേഷൻസ് ഉണ്ട്. ഈ ഡിക്ലറേഷൻസ് എല്ലാം നടത്തി പോളിംഗ് ഏജൻസിനെ കൊണ്ട് സൈൻ ചെയ്തിട്ട് അതാണ് നമ്മൾ നാലാമത്തെ കവറിൽ വെക്കേണ്ടത്. ചാലഞ്ച്ഡ് വോട്ട്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പൈസ നമുക്ക് പിരിഞ്ഞു കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസും അതിന്റെ റെസീറ്റ് ബുക്കും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അഞ്ചാമത്തെ കവറിൽ വെക്കേണ്ടത്. നമുക്ക് തന്നിട്ടുള്ള പേപ്പർ സീലുകളിൽ, ഇപ്പോൾ പേപ്പർ സീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ പേപ്പർ സീലാണ്. അതുപോലെ തന്നെ നമുക്ക് പിങ്ക് പേപ്പർ സീൽ ഉണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യൽ ടാഗ് ഉണ്ട്. ഇതിലെല്ലാം നമ്മൾ ഉപയോഗം കഴിഞ്ഞ് ബാക്കിയുള്ളതും അതുപോലെ തന്നെ ഉപയോഗിക്കുന്നതിന്റെ ഇടയിൽ എന്തെങ്കിലും ഡാമേജ് ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ അഞ്ചാമത്തെ എൻവലപ്പിൽ വെക്കേണ്ടത്. ആറാമത്തെ എൻവലപ്പിലാണ് നമ്മൾ അൺയൂസ്ഡ് ആയിട്ടുള്ള വോട്ടേഴ്സ് സ്ലിപ്പ് വെക്കേണ്ടത്. അപ്പോൾ വോട്ടേഴ്സ് സ്ലിപ്പ് ഒരു 1000 മുകളിൽ നമുക്ക് തന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് 750 പേരാണ് വോട്ട് ചെയ്തിട്ടുള്ളെങ്കിൽ ബാക്കി ഒരു 250 എണ്ണത്തോളം നമുക്ക് അൺയൂസ്ഡ് ആയിട്ടുണ്ടാവും. അതാണ് നമ്മൾ ഏഴാമത്തെ കവറിൽ വെക്കേണ്ടത്. ഏജുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം തോന്നുന്ന വോട്ടേഴ്സിന്റെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന ഡിക്ലറേഷനാണ് എട്ടാമത്തെ പാക്കറ്റിൽ വെക്കേണ്ടത്. ഒമ്പതാമത്തെ പാക്കറ്റിൽ ടെസ്റ്റ് വോട്ട് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആണ്. 49 MA പ്രകാരം ടെസ്റ്റ് വോട്ട് ഒരു വോട്ടർ വോട്ട് ചെയ്യുന്ന സമയത്ത് ആൾ പറയാണ് വേറെ സ്ഥാനാർത്ഥിക്കാണ് വോട്ട് പോകുന്നതെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അയാൾ ടെസ്റ്റ് വോട്ട് ചെയ്യാനായിട്ട് അനുവദിക്കാം. അപ്പൊ അങ്ങനെ ടെസ്റ്റ് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡിക്ലറേഷനും മറ്റു കാര്യങ്ങളുമാണ് നമ്മൾ ഒമ്പതാമത്തെ കവറിൽ വെക്കേണ്ടത്. ASD ലിസ്റ്റിൽ പേര് വന്നിട്ടുള്ള വോട്ടേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ വിവരങ്ങളാണ്, അവരുടെ ഡിക്ലറേഷനാണ് നമ്മൾ 10ാമത്തെ കവറിൽ വെക്കേണ്ടത്. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കുന്നവരെ പോലീസിനെ ഏൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസിന് എന്തെങ്കിലും ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മൾ, എന്തെങ്കിലും കംപ്ലയിൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മൾ 11ാമത്തെ കവറിൽ വെക്കേണ്ടത്. ഈ ആദ്യത്തെ 4 കവറുകളാണ് അവർ പ്രധാനമായിട്ട് ചെക്ക് ചെയ്യുന്ന കവറുകൾ. 4ാമത്തെ കവറിലത്തെ പാക്കറ്റുകൾ നമ്മൾ ഒട്ടിച്ച് പോയാലും കുഴപ്പമില്ല, ഒന്നും സീൽ ചെയ്യേണ്ട കവറുകളല്ല. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പോളിംഗ് സ്റ്റേഷനിൽ തന്നെ ഒട്ടിച്ച് പോകാവുന്നതാണ്. നോൺ സ്റ്റാറ്റ്യൂട്ടറി കവേഴ്സ് എല്ലാം ഇതുപോലത്തെ 2 ബുക്ക്ലെറ്റ് ആയിട്ടാണ് നമുക്ക് തന്നിട്ടുണ്ടാവുക. അതിൽ ഓരോന്നിലും എത്ര എണ്ണം വെച്ചിട്ടുണ്ടാവും, എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ടാവും. ഇതാണ് അതിൽ ആദ്യത്തെ പാർട്ടിയായ, ഇതാണ് രണ്ടാമത്തെ ബുക്ക്. ഈ 2 ബുക്കുകളിലും നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഫോമുകളും ആവശ്യത്തിനധികം കോപ്പികൾ അതിൽ വെച്ചിട്ടുണ്ട്. പോളിംഗിനായി നമുക്ക് തന്നിട്ടുള്ള മറ്റ് മെറ്റീരിയൽസ് ഇട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 2 കവറുകളാണ് 5ാമത്തെയും 6ാമത്തെയും കവറ്. 2ാമത്തെ കവറിൽ പ്രധാനമായിട്ട് വരുന്നത് നമ്മുടെ ഇൻഡെലിബിൾ ഇങ്കിന്റെ ആ സെറ്റ് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കവറാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാമ്പ് പാഡ്, പല കാര്യങ്ങൾക്കായിട്ട് നമുക്ക് സ്റ്റാമ്പ് പാഡ് തന്നിട്ടുണ്ടാവും. ആ സ്റ്റാമ്പ് പാഡും നമുക്ക് അതിൽ വെക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള പ്രിസൈഡിംഗ് ഓഫീസറുടെ ഹാൻഡ് ബുക്കും മറ്റു ബുക്കുകളൊക്കെയാണ് നമ്മൾ ഇതിൽ വെക്കേണ്ട 2ാമത്തെ ഒരു ഐറ്റം. കഴിഞ്ഞ പ്രാവശ്യം വരുന്ന എല്ലാത്തിനും സെപ്പറേറ്റ് എൻവലപ്സ് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അതിൽ എൻവലപ്സ് ഉണ്ടെന്ന് കാണുന്നില്ല. അപ്പോൾ ചിലപ്പോൾ ഈ കവറിൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം 1 by 1 ആയിട്ട് ഇട്ട് അത് കവറ് അടച്ചു വെച്ചാൽ മതി. അതുപോലെ തന്നെ മറ്റുള്ള മെറ്റീരിയൽസ് ആണ് നമ്മുടെ 6ാമത്തെ കവറിൽ വെക്കേണ്ടത്. 6ാമത്തെ കവറിൽ കാൻഡിഡേറ്റ് ഇൻഫർമേഷൻ ബുക്ക്ലെറ്റ്, വേറെ ഏതെങ്കിലും ഫോമുകൾ നമ്മൾ ഈ ബുക്കിൽ നിന്ന് ആവശ്യത്തിനുള്ള ഫോമുകൾ കീഴിയെടുത്ത് ബാക്കിയുള്ള ഫോമുകൾ, അതുപോലെ തന്നെ പ്രിസൈഡിംഗ് ഓഫീസറുടെ മെറ്റൽ സീല്, ടെൻഡേഡ് വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആരോ ക്രോസ് മാർക്ക്, ഇൻഡെലിബിൾ ഇങ്ക് സൂക്ഷിക്കുന്നതിനുള്ള കപ്പ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ 6ാമത്തെ പാക്കറ്റിൽ വെക്കേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ ആദ്യത്തെ 3 പാക്കറ്റുകൾ സീൽ ചെയ്യുന്നത് മിക്കവാറും നമ്മുടെ കളക്ഷൻ സെന്ററിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് സീൽ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്, അതായത് നമുക്ക് സീലിംഗ് വാക്സ്, മെഴുകുതിരി, തീപ്പെട്ടി, അതുപോലെ തന്നെ ഒട്ടിക്കുന്നതിനുള്ള പശ, ഈ 4 കാര്യങ്ങൾ, പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിസൈഡിംഗ് ഓഫീസറുടെ മെറ്റൽ സീല്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെപ്പറേറ്റ് ഒരു കവറിലാക്കി കയ്യിൽ വെക്കുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ നമുക്ക് തിരിച്ച് കളക്ഷൻ സെന്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ വെരിഫൈ ചെയ്ത് സീൽ ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നന്നായിട്ട് ശ്രദ്ധിക്കുക. പരമാവധി ഇതിൽ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പ്രധാനപ്പെട്ട വോട്ടിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ഒഴിച്ച് പോളിംഗ് സ്റ്റേഷനെ സംബന്ധിക്കുന്ന വിവരങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് തലേദിവസം ചെയ്തു വയ്ക്കാവുന്നതാണ്. എല്ലാ രേഖകളിലും, നമുക്ക് കിട്ടുന്ന എല്ലാ രേഖകളിലും തന്നെ നമ്മുടെ ഡിസ്റ്റിങ്ഷൻ മാർക്ക് പതിക്കാനായിട്ട് മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ഇലക്ഷൻ ആശംസിക്കുന്നു. താങ്ക് യു.